ജീവിത സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാനഭാഗം യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 10-11 വചനങ്ങൾ. അവർ അവനോട്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്നുത്തരം പറഞ്ഞു. യേശു കർത്താവ് ചെയ്ത ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് പിറവിയിലെ കുരുടനായി പിറന്ന ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് നാം പറയുമ്പോൾ അത് നമ്മളോടുള്ള ബന്ധത്തിലാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ എല്ലാ അത്ഭുതവും സെയിമാണ്. കർത്താവിൻ്റെ പരമാധികാരം അത്രയ്ക്ക് വലുതാണ്. സുപ്രീമസി ഓഫ് ഗാഡ് അത് നമുക്ക് അളക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. എന്നാൽ ഇവിടെ ഈ പിറവിയിലെ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കി. ആ സൗഖ്യമാക്കിയതിന് ശേഷം ആ മനുഷ്യന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വളർച്ചയാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ? അവൻ ഉത്തരം പറയുന്നത് ഒന്നാമത്തെ യേശുവിനെ കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാട് 11-ാമത്തെ വചനം. യേശു എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കുറിച്ചുള്ള അത്ര അറിവേ ഉള്ളൂ. അദ്ദേഹം ഒരു മനുഷ്യനാണ്. യേശു എന്ന പേരുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ വെച്ചു. ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അതിനപ്പുറത്തോട്ട് അവന് യാതൊരു അറിവും ആ സമയത്തില്ല. എന്നാൽ കുറെ കഴിയുമ്പോൾ അവൻ്റെ അറിവിന് അല്പം കൂടെ വ്യതിയാനം വരുന്നത് കാണാൻ കഴിയും. അവൻ്റെ ജ്ഞാനത്തിന് അല്പം കൂടെ പുരോഗതി വരുന്നത് കാണാൻ കഴിയും. 17-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണ് തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചതിന് അവനൊരു പ്രവാചകൻ എന്ന് പറഞ്ഞു. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്, അവന് സൗഖ്യം ലഭിച്ച മനുഷ്യനാണ്, പക്ഷെ പിന്നെയും അവൻ അറിയപ്പെടുന്നത് കുരുടൻ എന്നാണ്. അവിടെ ചോദിക്കുന്നത് എങ്ങനെയാണ്? അവർ പിന്നെയും കുരുടനോട്, അവരുടെ കാഴ്ചപ്പാടിൽ അവന് സൗഖ്യം കിട്ടിയെന്ന് അംഗീകരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ചിലരെ നമ്മളിങ്ങനെയാണ്. അവർ എത്ര ആത്മീയമായി അനുഗ്രഹം പ്രാപിച്ചാലും അവരെ പഴയ കണ്ണുകൊണ്ടേ കാണുകയുള്ളൂ. അവർ എത്ര ഉന്നതരായിരുന്നാലും നമുക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്നൊരു കാഴ്ചപ്പാടിലേ കാണുകയുള്ളൂ. അതൊരു പരാജയമാണ്. ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അവനെക്കുറിച്ച് നിനക്ക് എന്ത് പറയാൻ കഴിയും? അവൻ പറയുന്ന മറുപടി, അവനൊരു പ്രവാചകനാണ്. കാരണം ഇത്രയും നേരം ഈ യേശുവിനെ ഈ മനുഷ്യൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന ആളുകളോടുള്ള സംഭാഷണം, ഇതെല്ലാം ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത്, ഈ മനുഷ്യൻ ഒരു പ്രവാചകനാണ്. മൂന്നാമത് അവൻ്റെ ആ വളർച്ച, ആത്മീക വളർച്ച കുറച്ചുകൂടെ വർദ്ധിക്കുവാനിടയായി. 30-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവർ ചോദിക്കുകയാണ്, 29-ാമത്തെ വചനം, മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എൻ്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. മൂന്നാമത് അവൻ്റെ അറിവ് വർദ്ധിക്കുന്നത് 33-ാമത്തെ വചനം കൂടെ കൂട്ടി യാചിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുത്തരം പറഞ്ഞു. എൻ്റെ കണ്ണ് തുറന്ന ഈ വലിയ വ്യക്തി ദൈവത്തിങ്കിൽ നിന്ന് വന്ന ആളാണ്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവമാണ് എന്ന് ഭംഗ്യേന്ദ്രയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അവൻ്റെ അറിവ് വർദ്ധിക്കുകയാണ്. നാലാമത് അല്പം കൂടെ അവൻ്റെ അറിവ് വർദ്ധിക്കുന്നു. നാം അതിൻ്റെ 35-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ യേശു അവനെ പുറത്താക്കിയെന്ന് കേട്ടപ്പോൾ അവനെ ചെന്ന് കണ്ടിട്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു. യജമാനനെ എന്ന് വിളി മാത്രമല്ല, ദൈവപുത്രനിൽ വിശ്വസിക്കത്തക്കവണ്ണം ഞാനാണ് ആ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് ആ ദൈവപുത്രൻ യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ആ സൗഖ്യം പ്രാപിച്ചവനെ കാണാൻ കഴിയും. അവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് വ്യത്യസ്തതയിലേക്ക് വന്നു. അവസാനം അല്പം കൂടെ അവൻ്റെ വിശ്വാസം വളർന്നു.
നാം വായിക്കുന്നത് 38 വചനം. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിൽ ആൻഡ് ഹി വർഷിപ്ഡ് ഹിം. അവനെ ആരാധിച്ചു. ആരാധനാമൂർത്തിയായ യേശു കർത്താവ്, ആരാധന സ്വീകരിക്കുവാൻ കഴിവുള്ള യേശു കർത്താവ്, ആ മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കുകയാണ്. ആകട്ടെ, കർത്താവിനോടൊരുമിച്ച് എത്രയോ വർഷങ്ങളായി നാം ജീവിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ നിലനിൽക്കുന്നു. കർത്താവിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിക്കുന്നുണ്ടോ? കർത്താവിനോടുള്ള സ്നേഹം കൂടുന്നുണ്ടോ? അതോ കുറയുകയാണോ? ഈ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ കർത്താവിനോടുള്ള വിശ്വാസം അവന് വർദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഒന്ന് ആത്മപരിശോധന ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അവിടുത്തെ വചനം കേൾക്കുവാൻ ഇട നൽകുന്നതുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്വർഗീയമായ വിടുതലും ആശ്വാസവും നൽകണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.